നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇത് CPM-ൻ്റെ തോൽവിയെക്കുറിച്ച് പല വിലയിരുത്തലുണ്ടായി. സത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷേ പിണറായിയുടെ ഗ്യാങ്ങിൻ്റെയും ദാർഢ്യത അത് തന്നെയല്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം സഖാക്കളെ. കേരളത്തിൽ ജനസംഖ്യ ഏത് രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ? ജനാധിപത്യമാണ്. ഒരാൾക്ക് ഒരു വോട്ടാണ്. 4 പ്രാവശ്യം ജയിച്ച ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായില്ലേ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ. അവർക്ക് നിങ്ങൾ അവസരം കൊടുക്കാതെ ഇന്നലെ വന്ന ഒരു പെൺകുട്ടിക്ക് നായരാണ് എന്ന പേരിൽ അവർക്ക് മേയർഷിപ്പ് കൊടുത്തില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ചെന്നൈ കോർപ്പറേഷൻ, വലിയ കോർപ്പറേഷൻ, തിരുവനന്തപുരത്തേക്കാൾക്ക് എത്രയോ വലുതാണ്, ബോംബെ പോലെ വലിയതല്ലേ, അവിടെ ഒരു ദളിത് യുവതിയെ മേയറാക്കിയിട്ടുണ്ട്. ഇപ്പോഴും മേയർ അവരാണ്. അപ്പം നിങ്ങൾ ആദ്യം ഈ മുന്നോക്ക സമുദായത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒന്ന് നിയന്ത്രിക്കുക. 23% 7 വിഭാഗത്തിൽ 85% വോട്ടും നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ആ സമുദായത്തിൽ എന്ത് നീതി പുലർത്തി? കോൺഗ്രസ് നീതി പുലർത്തിയില്ല. പക്ഷെ അത് മനസ്സിലാക്കുക. കാരണം 85% വോട്ട് LDF പോകുമ്പോൾ കോൺഗ്രസിന് അവരോട് നീതി പുലർത്തിയാൽ കോൺഗ്രസ് ക്ഷീണം ചെയ്യും. നിങ്ങൾ നീതി പുലർത്തിയോ? കഴിഞ്ഞ മന്ത്രിസഭയിൽ 11 മന്ത്രി ഉണ്ടായി നായർ വിഭാഗത്തിൽ, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. ആകെ 9% ജനസംഖ്യയുള്ളൂ. ലെസ് ദാൻ 10% ജനസംഖ്യ കേരളത്തിൽ. 71% നിങ്ങൾ കൂടുതൽ 4-5 മന്ത്രിയാണ്. നിങ്ങൾ അവസാനം നിങ്ങൾ പരിചയമല്ലോ, നമ്മൾ ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ടിട്ട് ആവശ്യമില്ല. അതുപോലെ ഇവിടെ ഒരു തീവ്രമായ വർഗീയതയുണ്ട്. അത് ഹിന്ദുത്വം എന്ന് പറയുന്നത് BJP നയിക്കുന്നത്, സംഘപരിവാർ നയിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ മൃദു ഹിന്ദുത്വം കാണിച്ച എന്താ കാര്യമുള്ളത്? കോൺഗ്രസ് പറ്റി അപകടം തന്നെയാണ്. കോൺഗ്രസ് മൃദു ഹിന്ദുത്വം കൊടുക്കുകയാണ്. ഇപ്പോഴും സ്റ്റില്ലാവും ഇപ്പോഴും കോൺഗ്രസ് മൃദു ഹിന്ദുത്വം കാണിക്കുന്നത്. അത് കാരണം ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രാഹുൽ നയിക്കുന്ന 25 പാർട്ടികൾ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. DMK പങ്കെടുത്തില്ല. ആം ആദ്മി പാർട്ടി ആരും പങ്കെടുത്തില്ലെന്ന് എൻ്റെ അറിവ്. അതിൽ ഏറ്റവും പ്രബലമായൊരു സമുദായം ഈ 25 മുന്നണിയിലും DMK ചേർന്ന 26 മുന്നണിയിലെ 26 പാർട്ടികളിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് 20% വരുന്ന മുസ്ലിം സമുദായമാണ്. 30 കോടി വരുന്നത് ഇന്ത്യയിൽ. അവർ 99.9% വോട്ടും ഈ കള്ളന്മാർക്കാണ് ചെയ്തത്. അങ്ങനെ പറയണമെങ്കിൽ ശരിയാവുള്ളൂ, പാസ് നോക്കുള്ളൂ. ഈ കോൺഗ്രസ് നയിക്കുക കത്തോലിക്ക കോൺഗ്രസ് കൊടുത്തത്. എന്നിട്ട് 5 പ്രധാന പോയിന്റ് പറഞ്ഞാൽ പട്ടപ്പകൽ പരസ്യമായിട്ട് മുസ്ലിം സമുദായത്തെ തല്ലിക്കൊല്ലുകയും മുസ്ലിങ്ങളുടെ ആരാധനകളും മറ്റ് വസ്തുതകളും മറ്റേ ബുൾഡോസ് കൊണ്ടും തകം ചെയ്തിട്ട് ഒരു വാക്കിനെ കുറിച്ച് മരമണ്ടന്മാർ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞോ? തന്നെയല്ല, എൻ്റെ ഒരു സ്നേഹിതൻ ഖാദർ മാലിപ്പുറം, അത് പക്ക രാഷ്ട്രീയക്കാരും കൂടിയാണ്. വലിയ നിങ്ങളെപ്പോലെ വലിയ ദേശീയ നേതാവൊന്നുമില്ല. അദ്ദേഹത്തിന് വരെ മനസ്സിലായി ഇന്ത്യയിലെ എല്ലാ BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളെയും കോർത്തിണക്കി കൊണ്ടുപോകണമെങ്കിലേ ഭരിക്കാൻ പറ്റുള്ളൂ. ഖാദർ മാലിപ്പുറത്തിന് മനസ്സിലായി. എന്നിട്ട് രാഹുൽ ഗാന്ധി ശില്പത്തിൽ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞു, ഇത്രയും തീവ്രമായ നിഷ്കരണമായ രീതിയിൽ സംഘപരിവാർ വേട്ടയാടിയിട്ട് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തോന്നലുണ്ടായോ? കത്തോലിക്ക കോൺഗ്രസ് അങ്ങനെ തന്നെ ഞാൻ പറയും. കത്തോലിക്ക കോൺഗ്രസ് നയിക്കാൻ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളൊരു വാക്ക് പറഞ്ഞു. എത്ര പള്ളികൾ, എത്ര ആരാധനാലയങ്ങൾ മുസ്ലിം സമുദായത്തെ, ക്രിസ്ത്യൻ സമുദായത്തെ നശിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയണം, തീർച്ചയായിട്ടും പറയണം. എത്ര ആൾ തല്ലിക്കൊല്ലുന്നത്, പശുക്കളെ മണ്ണ് തല്ലിക്കൊല്ലുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ എത്ര ഇല്ല.
എന്നിട്ട് അതിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു മണ്ടൻ ശിരോമണി രാഹുലെ. ബൊമ്മയെന്ന് അതിന് പാവ എന്ന് പറഞ്ഞാൽ ഇത്രയും മണ്ടൻ ലോകത്തും അറിയില്ല അത്. എന്നിട്ട് രാഹുലെ മുന്നിൽ നിർത്തിയാണ് നിങ്ങൾ BJP താഴെ ഇറക്കാൻ പോകുന്നത്. പറയുമ്പോഴിപ്പോൾ സങ്കടമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ പ്രതിപാദിക്കുന്നത്, അത് സമൂഹത്തെ പ്രതിപാദിക്കുന്നത്. ആ സമൂഹത്തെ പ്രതിപാദിക്കുന്നതിൽ അവർ അതിൽ ശാസ്ത്രീയമായി നോക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലേക്കും എല്ലാ മേഖലയും വളർച്ചയാണ് രാഷ്ട്രീയത്തിൽ വളർച്ച എന്ന് പറഞ്ഞത്. 20% ഒരു വർഗമുണ്ട് അവിടെ, രാഹുലെ, കത്തോലിക്കൻ രാഹുലെ. ആ മുസ്ലിം സമുദായത്തെ കുറിച്ച് നിങ്ങൾ ഒരു വാക്ക് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾക്ക് വയനാട്ടിൽ വന്ന് മത്സരം ജയിക്കാൻ വേണ്ടി വയനാട്ടിൽ വന്ന് കുഞ്ഞാക്കാടെ കെട്ടുകളൊക്കെ പ്രിയങ്ക ഗാന്ധി വന്ന് കെട്ടിപ്പിടിക്കും. അത് നിങ്ങളുടെ ആവശ്യത്തിന്. അത് കഴിഞ്ഞ് നിങ്ങൾ ഉച്ചരിക്കാറുണ്ടോ? മുസ്ലിം വാക്ക് ഉപയോഗിക്കാറുണ്ടോ? ഞാൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക, ഒരു തൊപ്പി വെച്ചൊരു കാക്ക സ്റ്റേജിൽ കയറി വന്നിട്ട് ഓടിച്ചല്ല ഇവിടുന്ന്. ഇവിടെ അന്തോണി പറഞ്ഞറിയോ, ഗുജറാത്തിൽ തോൽവിക്കാരന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ആരും സ്റ്റേജിനടുത്തേക്ക് എത്തിക്കുന്നതാണ്. 14% ഉണ്ട്, 7% ദളിതരെ എത്തിക്കുന്നുണ്ട്. തൊപ്പിയിട്ട് പോയില്ല ഇവിടെ. ഒരു കാരണവശാലും ഈ അന്തോണിയെ കൊണ്ടോ അല്ലെങ്കിൽ ഈ രാഹുലിനെ കൊണ്ടോ കത്തോലിക്ക കോൺഗ്രസ് കൊണ്ടോ ഇന്ത്യയിൽ ഒരു ഭരണം ഉണ്ടാക്കാനും BJP താഴെ വെക്കാനും പറ്റില്ല. ഇന്നിപ്പോൾ ഒരു ഉദാഹരണം പണം കൊടുത്ത് പറയിപ്പിക്കാണ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യം കൂടുതൽ കിട്ടി മന്ത്രിസഭയിലും ഭരണത്തിലും, ക്രിസ്ത്യൻസ് കിട്ടിയില്ല. അതുകൊണ്ട് KPC പ്രസിഡന്റ് മാത്യു സാമൂല മാത്യു കൊളനാടായിട്ട് വേണു ഒന്ന് ആ പറഞ്ഞ ചാനലുകാരെ നെറികെട്ട ചാനലുകാരോട് പറയണം, എടോ ആകെ 10% ക്രിസ്ത്യൻ സമുദായം, 15 5 കൺവെർട്ട് ക്രിസ്ത്യനാണ്, 6 മന്ത്രിമാരുണ്ടോ, കൊരങ്ങന്മാരെ മരമണ്ടന്മാരെ. ക്രിസ്ത്യാനിയല്ല ചാനലുകാരെ പറഞ്ഞ 6 മന്ത്രിമാരുണ്ട്. 3 33% മുസ്ലിങ്ങൾക്കും ഉണ്ട് 6 മന്ത്രിമാർ. എവിടെയോ ശരി, ഇതെന്താണ് പോരായിക? അപ്പോൾ 10-20 ഗ്രൂപ്പുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ, അതിൽ ഒരു ഗ്രൂപ്പിന് എന്തോ കിട്ടിയില്ല എന്ന പരാതി. അതിന് ആ ഗ്രൂപ്പിൽ 2 ആൾ കൊടുക്കാൻ പറ്റുമോ? അപ്പം ഇതുപോലെയാണ് നിങ്ങൾ അഭ്യാസം കാണിക്കുന്നതെങ്കിൽ ഈ 10% ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി എല്ലാം നിങ്ങൾ പങ്കിട്ട് കൊടുക്കുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞെളി വരുവുള്ളണ്ടല്ലോ. അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ആ സംഘപരിവാറിന് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തിയപ്പോഴും ഇതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ പത്രമുണ്ടല്ലോ, ഇന്ത്യൻ എക്സ്പ്രസ് ഒരു അഭിമുഖം കൊടുത്ത് മുഖ്യമന്ത്രി അറിയാതെ അതിലൊക്കെ ഉരുണ്ട് കളിച്ചില്ലേ. പിണറായി വിജയൻ സഖാവിനെ മാറ്റിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം എന്താ, കോടിയേരി ബാലകൃഷ്ണൻ നല്ല നിഷ്കളങ്കരും നല്ല മനുഷ്യനാണ്, നല്ല പക്കര്. ഞാൻ എന്താ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബോംബുണ്ടാക്കുന്നത് പറഞ്ഞതൊക്കെ അത് ആ പാർട്ടിയുള്ള പൂർവ്വമുണ്ടാണ്. ആ മനുഷ്യൻ്റെ മകനെ കുറിച്ച് കേസ് വന്നപ്പോൾ ഈ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? നിയമത്തെ വഴിക്ക് പോട്ടെ. ശരി, ഇപ്പൊ മുഖ്യമന്ത്രി മകളുടെ പേരിൽ ആരോപണം വന്നപ്പോൾ പാർട്ടി കംപ്ലീറ്റ് ചലിക്കുകയാണ് അവർക്ക് വേണ്ടി. ഞാൻ ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നറിയും, മുഖ്യമന്ത്രി പേർക്കുമല്ല, ആ പെൺകുട്ടി പേർക്ക മകളുടെ പേരിൽ വന്നപ്പോൾ CPM സർവ്വ മിഷണറി അതിലൊക്കെ ചലിക്കുകയാണ്. എന്ത് നാണക്കട ഇപ്പോൾ കേസിലും പോയി നടക്കാറില്ലേ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇനിയും അവസരമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. 3/1 വരുന്ന ജനസംഖ്യ വരുന്ന മുസ്ലിം സമുദായത്തിനെ നിങ്ങൾക്ക് കൂടെ നിർത്താതെ നിങ്ങൾ ഒരിക്കലും കേരളത്തിൽ ഭരിക്കാൻ പോകുന്നില്ല. പകരം നിങ്ങൾ കൂട്ടുപിടിച്ചാതെയോ 9% നായർ വിഭാഗത്തെ, പിന്നെ 21% ഈഴ് വിഭാഗത്തിൽ പിടിച്ചു. പക്ഷെ അതിൽ 80% നിങ്ങൾക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പിടിച്ചിട്ട് അപ്പോൾ കിട്ടുന്നില്ല. ഈ പശുവിന് ആടിന് 4 മുലയുടെ തരം, മുലക്കണ്ണുകൾ, മുലയൊന്നുള്ളൂ ആക്കാണ്. 2 മുല, പണ്ട് CH ഞാൻ കേട്ടിട്ടുണ്ട്, 2 മുല പേട്ട് പോലെ ഇട്ട് അത് കറിക്ക് പാലുണ്ടാവില്ല, ബാക്കി 2 മുല പാലുണ്ടാവുള്ളൂ. അതുപോലെ അന്ന് EMS ആൾ ഇന്ത്യ ലീഗിനെ പിടിച്ചപ്പോഴും അന്ന് CH കളിയാക്കി പറഞ്ഞു ആ പാലിലത്ത് അകടെ മുലയിൽ പിടിച്ചതുകൊണ്ട്. നിങ്ങൾ പാലിലത്ത് മുലയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചത്. 1 വിഭാഗം 9% ഉള്ളൂ. അവർ വേറെ കുഴപ്പമില്ല, എണ്ണം കുറവാന്നുള്ളൂ. മറ്റ് 7 വിഭാഗം തന്നെ അതിൽ 80% നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതിന് പുതിയതായിട്ട് കിട്ടുമോ? അത് തന്നെയല്ല, ഇന്നിപ്പോൾ ഒരു സഖാവ് 7 വിഭാഗത്തിൽപ്പെട്ട നേതാവ് പറഞ്ഞറിയോ,
മുസ്ലിങ്ങൾക്ക് വെള്ളപ്പള്ളിയോട് വെറുപ്പൊന്നുമില്ല. പക്ഷേ എങ്കിലും മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ചില ആൾക്കാർക്ക് ചില തെറ്റുണ്ട്. അതേക്കാൾ തെറ്റ് വെറുപ്പാണ് ഈട് വിഭാഗത്തിന് വെള്ളപ്പള്ളിയോട്. ഇന്ന് വെള്ളപ്പള്ളി പോലോ ആലുവ പുഴയിലിട്ട് മുക്കിക്കൊന്ന് ഞാനല്ല, അർത്ഥം കൂടെയില്ല പെട്ടിയില്ലാതെ പണ്ട് കൊച്ചു പോലെ അറിയാലേ എന്താ സംഭവിച്ചത്. അങ്ങനെയാണ്. പക്ഷെ അവർ നിങ്ങളത് സമുദായത്തിന് വേണ്ടി വാദിക്കും. നല്ല വെള്ളപ്പള്ളി വാദിക്കും സമുദായത്തിന് വേണ്ടിയില്ല, സംഘപരിവാറിന് വേണ്ടി മാത്രം വാദിക്കുന്നത്. പിന്നെ ഈഴോ സമുദായം കറക്റ്റ് ആൻഡ് ക്ലിയർ ആൻഡ് കറക്റ്റാണ്. നല്ല മനുഷ്യത്വമുള്ള മനുഷ്യസ്നേഹികളാണ്. ഗുരുദേവന്റെ ആൾക്കാരല്ലേ, എല്ലായിരിക്കില്ലല്ലോ. അവരായിട്ട് ഈഴ് SNDP വെള്ളപ്പള്ളിയായിട്ട് ആരും ബന്ധമില്ല. അങ്ങനെ പാഠം പഠിച്ചില്ലേ? അതുപോലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പറയണം, നിങ്ങളും പാഠം പഠിക്കും മര്യാദക്കല്ലെങ്കിൽ. അത്ര അപകടമാണ്. പറഞ്ഞു വരുന്നത്, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, 4 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വോട്ട് മുസ്ലിങ്ങളുടെ വോട്ടാണ്, ബാക്കി 1 വോട്ടാണ് നോൺ മുസ്ലിങ്ങളുടെ ഈ UDF കിട്ടിയെന്ന് പറഞ്ഞത്. അതെന്തോ ചില വിഡ്ഢികൾക്ക് മനസ്സിലാകുന്നത്. ഒന്നുകൂടി ഉണർത്തി പറയാം, കേട്ടോളൂ. ആകെ 23% വോട്ടാണ് ജനസംഖ്യയാണ് ഈഴവനോട്. അതിൽ 80-85% LDF-നാണ് പോയിരിക്കുന്നത്, കാര്യം വർഷങ്ങളായിട്ട്. ബാക്കി 15%, അതിൽ 10% ആർക്കാ പോയത്? കമ്മ്യൂണിസ്റ്റ് BJP-ക്കാണ്. അതാണല്ലോ ചാത്തന്നൂരൊക്കെ ജയിച്ച്, ഈഴവൻ ജയിച്ച്. ബാക്കി 5% ഉള്ളൂ. 23-ന് 5% എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആകെ 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ഈഴവന്റെ UDF കിട്ടിയിട്ടുള്ളൂ. only 1. ആ വാർഡിനവിടെ നിൽക്കട്ടെ, പിടിച്ചോ, ഓർമ്മ വച്ചോ. ഇനി നായർ വിഭാഗം 9%, അതിൽ 60-65% BJP-ക്കാണ്. ബാക്കിയുള്ള 35-ൽ 2 തീരുമ്പോഴും 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDF കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 2 ക്രിസ്ത്യൻ സമുദായം 10%, 5 വോട്ട് 10%. 10%-ൽ 5% കോൺഗ്രസിനും 3% കമ്മ്യൂണിസ്റ്റും 2% BJP-ക്കും പോയി. അപ്പോൾ 100-ൽ 5 വോട്ട്. പിന്നെ ദളിത് 8% 10% മൊത്തം, അതിൽ 1%. അപ്പോൾ എത്ര കിട്ടി? 5, 1, 6, 8 വോട്ടാണ് കിട്ടിയത്. 8 വോട്ടാണ് ആകെ നോൺ മുസ്ലിമിൽ നിന്ന് UDF കിട്ടിയത്. പിന്നെ CM ഇപ്പോൾ പൊങ്ങി വലിയ ആളെ നോക്കണ്ടല്ലോ, വലിയ ആഘോഷമായിട്ടും സന്തോഷമായിട്ടും ചിരിച്ചും മറയുന്നുണ്ടല്ലോ. ആ സതീഷിനെ മനസ്സിലാക്കി വേണ്ടേ? 8 വോട്ടാണ് ആകെ നോൺ മുസ്ലിമിൽ നിന്ന് UDF കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 45% വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ 8 പോയി ബാക്കി എത്രയുണ്ട്? 40 8 32, 35. ഒരു 35% വോട്ട് വേറെ കിടക്കാണ്. അതിൽ 30% മുസ്ലിങ്ങളിലല്ല, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ വന്നിട്ടുണ്ട്, മറ്റ് ഈ ധീവര അങ്ങനെയുള്ള വന്നിട്ടുണ്ട്. ബാക്കി 30% വോട്ട് ഉണ്ട്. 30% വോട്ട്. അപ്പോൾ 30 വോട്ടിൻ്റെ കൂടെ 8 വോട്ട് കിട്ടിയാൽ 4-32. വെറുതെ അല്ല 4 വോട്ട് എന്ന് പറഞ്ഞത്, അത് ലോപിച്ച് വന്നാണ് 4 എന്ന് പറഞ്ഞത്. 7-4-32. 8-32 മൈനസ് ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 8 എന്ന് പറയുമ്പോൾ 4 വോട്ട് എടുത്താൽ 1 വോട്ടാണ് അപ്പോൾ ആർക്ക് കിട്ടിയിരിക്കുന്നത്? നോൺ മുസ്ലിമിൽ നിന്ന് കോൺഗ്രസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 വോട്ട് കിട്ടിയിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ടാണ്. എന്നിട്ടാണ് നിങ്ങൾ മുസ്ലിം KPC പ്രസിഡന്റ് ആകാൻ പറ്റില്ല, ക്രിസ്ത്യാനി തന്നെ കൊടുക്കണം. കൊടുത്തു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജനസംഖ്യക്ക് ആനുപാതികമായ രീതിയിൽ വിഭജനം നടത്തണം. അല്ല മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തമല്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സമുദായത്തെ നോക്കണം, ന്യൂനപക്ഷങ്ങൾ നോക്കണം, പിന്നോക്കിലൊക്കെ നോക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷ പാർട്ടിയല്ലേ. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഒരു മുസ്ലിമിനെ KPC പ്രസിഡന്റ് ആക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം നിറവേറ്റില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ പാര വഹിക്കുന്നതാണ് ഞങ്ങൾക്ക് ദേശീയ റിപ്പോർട്ട്. പാര വഹിക്കുന്നതാണ്. അത് മനസ്സ് കണ്ടറിയാലോ, മനഃശാസ്ത്രം അറിയാലോ. തെറ്റാണതൊക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എത്രയോ സംഘടനകൾ കേരളത്തിലുണ്ട്, മുസ്ലിം സംഘടനകൾ, സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ. അതിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ഇന്നും കത്തോലിക്ക കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നിൽക്കാമല്ലോ, നിങ്ങൾ പറയണ്ടേ കേരളത്തിൽ KPC പ്രസിഡന്റ് മുസ്ലിമായിട്ട് ഓടുന്നു? നിങ്ങൾ പറയാൻ ധൈര്യമുണ്ടോ? പറയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ കോൺഗ്രസ് പറ്റില്ല. കോൺഗ്രസ് ലീഡേഴ്സ് ഇല്ല. മാണി സാർ എളുപ്പം ഉണ്ടായത്. ബാക്കി മാണി സാർ മകനെ ആക്കിയുള്ളൂ, ബാക്കി അത് വളർത്തിയില്ല.
അതുപോലെ മുസ്ലിം സമുദായത്തിൽ വരാണ് നാളെ. ഇപ്പോൾ ഒരു കുഞ്ഞാക്ക മാറി, കുഞ്ഞാക്ക ലീഗ് തന്നെ ദേശീയ മുസ്ലിമല്ല, ഒരു കുഞ്ഞാക്ക മാറി. പിന്നെ ആരോടോ ഇനി മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ ലീഡറായിട്ടുള്ള തലയെടുപ്പുള്ള നിലവ് കുഞ്ഞാക്ക എല്ലാം പുള്ളി തന്നെ. പുള്ളി മരണത്തെക്കുറിച്ച് പുള്ളി ചിന്തിക്കുന്നില്ല. ജയലളിതയുടെ കാര്യം പോലെ, ജയലളിത മരണത്തെ ചിന്തിച്ചില്ല, അതാണല്ലോ അവസാനം ബോധമില്ലാതെ നെല്ലിക്കൊന്ന് ഹോസ്പിറ്റലിൽ കിടന്ന്. അവർ കുഞ്ഞാക്ക മരണത്തെ ചിന്തിക്കുന്നില്ല. എനിക്ക് ശേഷം ഈ ലോകം ഉണ്ടാകുന്നു, എനിക്ക് മരണം ഉണ്ടാകുന്നു ഒരു ചിന്തയില്ല. അത്ര കണ്ട് ഇപ്പോഴും പാർട്ടി ഒതുക്കി കയ്യിൽ കൊണ്ട് നടക്കണം. പുള്ളി പറയുമ്പോൾ നിൽക്കണവർ അങ്ങനെ. പിണറായി വിജയനും കുഞ്ഞാക്കായി രണ്ടുപേരുടെ ഈ പാർട്ടി ഇങ്ങനെ കൈപ്പുള്ളിട്ട് ഒതുക്കണത് ആർക്കും മനസ്സിലാകുന്നതെന്ന് വിചാരിച്ചോ? നിങ്ങൾ മാത്രം ബുദ്ധിരാക്ഷസന്മാരുള്ളൂ. എടോ കുഞ്ഞാക്ക, നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ എന്നെ വിട്, ഞാനൊരു സാധാരണ മനുഷ്യൻ, നേതാവ്. ഞാൻ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അടുത്ത ഒരു നേതാവ് നിങ്ങൾ പറയും. മുസ്ലിം സമുദായത്തിലുണ്ടോ കേരളത്തിൽ? ഒരു DH മുസ്ലിം ഉണ്ടായല്ലോ, ഒരു ആര്യയുടെ മോം ഉണ്ടായല്ലോ. അതുപോലെ നിൽക്കാൻ പറ്റിയ ഒരു മുസ്ലിം നേതാവ് കോൺഗ്രസിലെ ലീഗിലുണ്ടോ? ലീഗിന് യൂത്ത് ലീഗിന്റെ നേതാവുണ്ട്, ഫിറോസ്. ഫിറോസിന്റെ TV പ്രസ്താവന കണ്ടു, നീ എഡിറ്റ് ചെയ്താൽ എനിക്കറിയില്ല. രാഹുൽ ഗാന്ധിയുടെ പേര് വല്യപ്പനാണെന്ന്. രാഹുൽ ഗാന്ധിയുടെ വല്യപ്പനാണ് എന്ന് പറഞ്ഞ സംഭാഷണം അതേ രീതിയിൽ ഞാൻ ചാനലിൽ കേട്ട് വെറുതെ പറഞ്ഞല്ല. എൻ്റെ അമ്മാവനുണ്ട്, മുസ്തഫ ഹാജി എന്ന് പറയും, ഒരു സാധാരണ കർഷകൻ, ഒരു സമ്പന്നനാണ്. പക്ഷെ അതേ ഒരിക്കൽ നടക്കാത്ത സ്ഥലത്ത് ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഗാന്ധിയുടെ മോളല്ലെന്ന്. അവർക്കത് പറയാം. അവർ വലിയ വിദ്യാസമ്പന്നല്ല, ഒരു ഗ്രാമീണ കർഷകനാണ്. ഇത് രാജ്യം ഭരിക്കുന്ന ഇപ്പൊ MLA കൂടിയാണല്ലോ ഈ ഫിറോസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മുസ്ലിം ലീഗിന് എന്ത് പറ്റി? അതിൽ നാളെ വിദ്യാഭ്യാസ മന്ത്രി വായിച്ചില്ലേ, 2,90,000 എന്നുള്ളതിന് പണ്ട് ശിവൻകുട്ടി പറഞ്ഞ പോലെ 2,90,000 പിന്നെ 83 പറഞ്ഞു. എടോ, നിങ്ങളെന്തോ കോളേജ് പ്രൊഫസറോ വലിയ വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഒന്ന് നേരത്തെ ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കണ്ടേ? തെറ്റാർക്കും പറ്റാം. ഈ 2,90,000 പറയുന്നിടത്ത് പലതും തെറ്റുപറ്റാറുണ്ട്. 90 വന്നിട്ടാണ് പിന്നെ 88 പറഞ്ഞത്, 308 പറഞ്ഞത്. അത് ശിവൻകുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണ്ടേ? ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് വായിക്കുന്നത്. +2 റിസൾട്ട് വന്നപ്പോഴേ അങ്ങനത്തെ മണ്ടന്മാരാണ് ലീഗിലെത്തിയും. ബുദ്ധിജീവി, ആകെ ഒരു ചെറിയ ബുദ്ധിജീവി ഉണ്ടാകുമ്പോൾ KT ജലീലായിരുന്നു മുസ്ലിം സമുദായം അന്ന് ലീഗിൽ. അത് വഴിതെറ്റിപ്പോയില്ലോ. പണമൊക്കെ വന്നോടി അഹങ്കാരമായിപ്പോയി. ബാക്കി ആരോടോ ഒരു വിദ്യാഭ്യാസമല്ല, ഒരു തിരിച്ചറിവുള്ള ലീഗിൽ ഒരു നേതാവിൻ്റെ പേര് പറയും. കുഞ്ഞാക്ക ഏതാണ്ട് ക്ലിയറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കൊരു അവസാനമല്ലേ? അവസാനമില്ലാത്ത ലോകത്ത് ദൈവം മാത്രമല്ല, ബാക്കി എല്ലാം അവസാനിക്കുന്നതല്ലേ ഇസ്ലാമി വിചിന്തനം അല്ലെ വീക്ഷണം. നിങ്ങൾ ആര് വളർത്തിക്കൊണ്ടുവരുന്നത്? കേരളം മലബാർ ഏരിയയിൽ, പ്രത്യേകിച്ച് മലപ്പുറം വിട്ടുകളെ, മലബാർ ഏരിയ, ഉത്തര കേരളം, ഞങ്ങൾ ഈ തലസ്ഥാനം മധ്യകാലത്ത് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ മലപ്പുറം പറയുന്നില്ല, മലബാർ പോലും പറയില്ല. മലബാറും മലപ്പുറം പറഞ്ഞാൽ മുസ്ലിങ്ങളില്ലാതെ ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പൊ ചന്ദ്രിക എന്ന് പറയും, ചന്ദ്രൻ മുസ്ലിങ്ങൾ മാത്രമാണോ? മുസ്ലിങ്ങൾ ചന്ദ്രൻ അവരായിട്ട് കണക്കാക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞത് ഉത്തര കേരളം. അത് ഷോർട്ടായിട്ട് പറഞ്ഞു ഉത്തരാളം എന്ന്. ഉത്തര കേരളത്തെ ലോപിച്ച് ഞങ്ങൾ ഉത്തരാളം എന്നൊരു പേരിട്ടുണ്ട്. അത് കാലക്രമേണ വന്നു. ആ ഉത്തരാളത്തിലെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസ് A+ കിട്ടിയിട്ട് പോലും പഠിക്കാൻ സാധിക്കില്ല, ഇല്ലാതിരിക്കുമ്പോൾ ദക്ഷിണാളം അല്ലെങ്കിൽ ദക്ഷിണാളം എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ കുട്ടികളില്ലാതെ സ്ഥാപനം കൂട്ടാണ്. അതിന് കാരണം എന്താണ്? ഒരു 5,000-10,000 സീറ്റ് വർദ്ധിപ്പിച്ചാൽ അതിലും വേണം മാണിക്ക് പങ്ക്, അതിലും വേണം ജോസഫിന് പങ്ക്, അതിലും വേണം രമേശൊക്കെ പങ്ക്. അങ്ങനെ പങ്ക് ആ വിഹിതം അവർ കൊടുക്കും. അപ്പോഴും പഴയ ഷോർട്ടേജ് ആവും. അങ്ങനെയാണ് ഇവിടെ കുട്ടികൾ ഇല്ലാതെ സ്ഥാപനം പൂട്ടിപ്പോകുന്നത്. അപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് 5 മന്ത്രിമാരുമുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഉണ്ട് കുറേയൊക്കെ. ഞാൻ ചോദിട്ട് ഇപ്പോഴും കുട്ടികളുടെ അഡ്മിഷൻ വർദ്ധിപ്പിക്കാൻ വല്ല മാർഗം ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ് ഇക്കൊല്ലം സമയം കിട്ടിയാൽ ഞങ്ങൾ പഠിച്ചു വരട്ടേതാണ്. എടോ, എത്ര കൊല്ലായി നിങ്ങൾ കഴിഞ്ഞ 10 വർഷം LD പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു വരുന്നല്ലേ? എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഭരണം കിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് നേരത്തെ ചിന്തിച്ച് വയ്ക്കണ്ടേ? കുട്ടികൾ കുറവുണ്ടെങ്കിൽ അഡ്മിഷൻ ഓൺലൈനിലാണ്. അപ്പോൾ ഓൺലൈനിൽ അഡ്മിഷൻ പിന്നെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിലൊക്കെ എന്തെങ്കിലും കൂടുതൽ കുട്ടികളുണ്ട്, അവിടെ സ്കൂളില്ലെങ്കിൽ അവിടെ വേണ്ടി സ്പെഷ്യൽ ഒരു ഇത് വയ്ക്കാം. ഒരു ഡിവിഷൻ ഇറക്കാം, താൽക്കാലിക അധ്യാപനം വയ്ക്കാം. 3 വർഷം കഴിഞ്ഞ് പിന്നെ സ്ഥിരം വയ്ക്കാൻ മതിയല്ലോ. അതൊന്നും ചെയ്യാതെ എന്താ ഉത്തരം പറഞ്ഞറിയോ?
ഞങ്ങൾ പഠിച്ചു വരട്ടെ, അടുത്ത പോലെ പഠിച്ചത്. ആകെ ഒരു 3 വർഷമുള്ളൂ. 2029 അസംബ്ലി ഇലക്ഷൻ വരും. കാരണം ഗവൺമെന്റ് BJP-യിലായില്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ആത്മാർത്ഥത നിങ്ങൾക്ക് സമ്പാദിക്കുക എന്നല്ലാതെ നിങ്ങൾ ഈ സമുദായത്തോടോ അല്ലെങ്കിൽ ഉത്തര കേരളത്തിലെ വിദ്യാർത്ഥികളോടോ എന്ത് ആത്മാർത്ഥമോ ലീഗുകാർ നിങ്ങൾക്കുള്ളത്? നിങ്ങളത് കൂടുതൽ പറയേണ്ടത് കോൺഗ്രസ് കമ്മീഷൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും വലിയ താല്പര്യമില്ലല്ലോ. അപ്പം ഇതൊക്കെ ഒരു മറിമായമാണ്. മനോഹർ പറയും പോലെ സത്യമല്ല. ഇത്രയും കാലം സംഘ് പരിവാർ അനുകൂലമായിട്ട് നിന്നു LDF എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. ഇപ്പൊ UDF വന്നപ്പോൾ അതിനൊക്കെ കഷ്ടം. ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഒരു കടത്തുകടവുണ്ടായിരുന്നു. ആ കടവില് മുട്ടിന് വെള്ളമാകുമ്പോൾ അച്ഛനല്ല ഒരാൾ അങ്ങനെ യാത്രക്കാരെ ഇറക്കി വിടും. അപ്പോൾ ശവിച്ചുകൊണ്ടിരുന്നു. അവസാനം അച്ഛൻ മരിച്ചപ്പോൾ മകൻ വന്നു. മകൻ എന്ത് ചെയ്ത്, മുട്ടിന് വെള്ളമാകുമ്പോൾ അച്ഛൻ മുട്ടിന് വെള്ളമായപ്പോൾ ഇറക്കി വിട്ടെങ്കിൽ മകൻ അരക്ക് വെള്ളമായപ്പോൾ ഇറക്കി വിട്ടു. അപ്പോൾ എന്താ പറഞ്ഞറിയോ, എടാ നിന്നേക്കാൾ കാര്യം ദുഷ്ടനാണെങ്കിലും അച്ഛനായതെന്ന് പറഞ്ഞ പോലെയാണ്. ഈ നിലക്ക് നോക്കുകയാണെങ്കിൽ LDF നല്ലതെന്ന് പറയേണ്ടതല്ലേ? ഇപ്പൊ സംഘപരിവാറാണല്ലോ ഭരിക്കുന്നത്. അന്ന് പേരാണെങ്കിൽ ഇപ്പൊ സംഘപരിവാർ. കാരണം ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ത് അറിയോ, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ താല്പര്യമില്ല, ഗവർണറായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല, അത് അവർ പുറമെ ചെയ്യട്ടെ. ലീഗിനെ അനുകൂലം നിൽക്കുകയാണ് ലീഗ് രക്ഷം മിണ്ടുന്നില്ല, അവർക്ക് വായി തുറപ്പിച്ചില്ല. ലീഗ് മിണ്ടാത്തൊരു കാരണം ഇതാണ്. ഇപ്പൊ CPI UDF വരാൻ നോക്കാം, BDJS എടുക്കാൻ പോണ്. അപ്പൊ ഇനി ലീഗ് ഇല്ലെങ്കിലും അവർക്ക് ഭരിക്കാന്നുള്ള തോന്നലുണ്ട്. ഒരു അഹങ്കാരമുണ്ട് സതീശൻ ഭയങ്കര അഹങ്കാരിയാ, നിസ്സാരക്കാരനൊന്നുമില്ല. പിണറായിയുടെ അപ്പുറത്ത് പോകുന്ന ആളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ലോക പരിചയമുള്ള ആളെന്തായാലും മനഃശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കും നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ചിരിയൊന്നുമില്ല, ആള് ഭയങ്കര വേന്ദ്രനാണ്. പുള്ളിയിലെ കണക്ക് കൂട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പിൽ കുഞ്ഞാക്കയും ലീഗൊന്നും ഒന്നുമില്ല, അത് വെറും സോപ്പിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളും ഇല്ലാത്ത ഭരണമാണ് സതീശൻ പ്രതീക്ഷിച്ചത്. കുഞ്ഞാക്ക ആലോചിച്ചോ, സതീശൻ പ്രതീക്ഷിക്കുന്നത് ലീഗില്ലാത്തൊരു ഭരണം കേരളത്തിൽ. അതിന് പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ ഗ്രൂപ്പുണ്ട്, ഇസ്രായേലുണ്ട്, പിന്നെ ക്രിസ്തീയുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. കോൺഗ്രസ് ഒരു വിഭാഗമുണ്ട്. അല്ല, അവരെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് സഖ്യമായിട്ട് ഒരു നേട്ടമില്ല. രണ്ടു കൂട്ടർക്കും ഇല്ല, കോൺഗ്രസ് ഒട്ടുമില്ല. ദൂഷ്യമാണത്. ഈ കേരളത്തിൽ മാത്രമാണ് താല്പര്യമുള്ളൂ. അതുകൊണ്ട് അത് ആ ശല്യത്തിന് മാറ്റി നിർത്തിയാൽ അവർ ശ്രമിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. സതീഷ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്ന കുഞ്ഞാക്കാൻ വരെ. അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പേര് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ നാറി തൂറിപ്പോവും. നിങ്ങളില്ലാത്ത ഭരണം വരും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ മുസ്ലിം ഒരു KPC പ്രസിഡന്റായിട്ട് ഒരു മുസ്ലിം ആകുന്ന കാര്യത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ? സപ്പോർട്ട് ചെയ്യില്ല. ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആകാൻ പാടില്ല, ലീഗ് ഒട്ട് ആകുകയില്ല, മറ്റാൾ ആക്കുകയില്ല. അത് KPC പ്രസിഡന്റ് മുസ്ലിം ആക്കില്ല. ലീഗിന്റെ ഒറ്റപ്പെടുത്താണ് ആക്കാത്തത്. അല്ലെങ്കിൽ പണ്ട് ഇപ്പൊ ഷാഫി പറമ്പിൽ ആക്കാൻ നോക്കിയാണ്. അല്ലെങ്കിൽ ആലുവയിൽ പഴയ അബ്ദുൽ മുത്തലിബ് ഉണ്ട്. എന്താ കുമ്പത്ത് മുത്തലിബിന് KPC പ്രസിഡന്റ് അയക്കുന്നത്? വിദ്യാഭ്യാസത്തിൽ അത്യാവശ്യം പണമില്ലേ, സീനിയോറിറ്റി അല്ലേ? മാത്യു കൊല്ലാണ്ട് അത്ര പണമില്ല, മാത്യുക്കൾക്ക് അതൊക്കെ പോയി കോടീശ്വരനാണല്ലോ. പക്ഷെ മാത്യു കൊല്ലാണ്ട് വയ്ക്കുന്ന പറയുന്ന നിങ്ങൾ അബ്ദുൽ മുത്തലിബിനെ വയ്ക്കുന്ന വയ്ക്കുന്ന പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ജിന്നാസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ MLA ആണല്ലോ, മറ്റേ MLA ഉണ്ടല്ലോ. അല്ലെങ്കിൽ എത്ര പേരുണ്ട്? ഷാഫിയാണ് കുറച്ചുകൂടി ജനകീയൻ. അതൊന്നും ചിന്തിക്കുന്നില്ല കോൺഗ്രസ്. ഇപ്പൊ കോൺഗ്രസും അപകടത്തിലേക്കാണ് പോകുന്നത്. അതാണ് മനസ്സിലാകാത്തതും. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് വീഴ്ച പറ്റിയതെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടുള്ള. കാരണം എന്താണ്, എല്ലാം പിണറായിയുടെ ഒരൊറ്റ വൺ-മാൻ ഷോയിലാണ്. അദ്ദേഹത്തിന്റെ ശിൽബന്ധിയാണ് ബാക്കി നിറഞ്ഞിരിക്കുന്നത്. അത് താഴെ നിന്ന് എത്രയൊക്കെ റിപ്പോർട്ട് വന്നാലും മുകളിൽ ചിലവ് താല്പര്യം. ഈ പുഴവെള്ളം കടലിലേക്ക് വരുമ്പോൾ കടൽ തിര വന്ന് പതപ്പിച്ചു കളയും, അങ്ങോട്ട് ചേർക്കൂല എന്നൊരു സയൻസ് ഉണ്ട്, ഒരു ശാസ്ത്രമുണ്ട്. അതുപോലെയാണ്, ആര് മുകളിൽ താഴെ നിന്ന് വന്നാലും മുകളിൽ വരുമ്പോൾ തട്ടിക്കളയും. അതിന് മുമ്പിൽ ആരുമില്ല, ഒരു നേതാവും ഇല്ല. വടക്കേ ഇന്ത്യ ഇപ്പൊ പശ്ചിമ ബംഗാളിൽ നേതാക്കൾക്ക് പറഞ്ഞു പിണറായിമാരാണോ? കേരളത്തിൽ എല്ലാ സംഘടനാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചർച്ചയിൽ പറഞ്ഞു. ഇപ്പോൾ ഒരു ഓൺലൈനിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് തുറന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ടത്. ഒരു കാലം ആദ്യമായിട്ട് പിണറായി സഖാവിന്റെ ശില്പം നിൽക്കുന്നത് ഇപ്പൊ സെക്രട്ടറി അല്ലോ, പേരും അറിയില്ല. അയാൾക്ക് മാറി ജനകീയനായ കുറെ ആൾക്കാർ തലപ്പത്തൊന്ന് മുന്നോട്ട് പോയി ആനുപാതികമായിട്ട് 3 സ്ഥാനമാനങ്ങൾ മുസ്ലിം കൊടുത്തു കഴിഞ്ഞാൽ ശുഭമാണ്, നിങ്ങൾക്ക് ഭരിക്കാം. 2029 വേണ്ട, അതിനു മുമ്പ് തന്നെ ഈ ഗവൺമെന്റ് താഴെ പോകും.
നിങ്ങൾക്ക് ഭരണത്തിൽ വരികയും ചെയ്യാം. പക്ഷെ നിങ്ങൾ മര്യാദ കാണിക്കണം. കാരണം എന്താ മര്യാദ അറിയോ? ആ 4 പ്രാവശ്യം ജയിച്ചു വന്നപ്പോൾ നിങ്ങൾ എന്താക്കി? ആ ഒരു നായർ പെണ്ണുകൂട്ടിയാക്കി, ഒരു പരിചയമില്ലാത്ത അവർ കോളാക്കി കളഞ്ഞല്ലേ. അതുപോലെ പങ്കെടുപ്പിട് നിങ്ങൾ ഈ 9% നായർക്ക് മാത്രം 90% ഭാരവാഹിത്വം കൊടുത്തോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുത്തോ നിങ്ങൾ എങ്ങനെ പിടിച്ചു കൂടെ കൊണ്ടുപോയി? ഇപ്പം അനുഭവത്തിൽ മനസ്സിലായല്ലോ. ഇതിന് മുൻപ് ഞങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് അനുഭവം മനസ്സിലായില്ലേ? അതായത് അറിയാത്ത പുള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയുമ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ട് സംഭവിച്ചു? ഈ 3 വരുന്ന ഒരു വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് ഒരു കേരളത്തിൽ ഭരണം ഉണ്ടാക്കാൻ സാധിക്കില്ല. ലീഗില്ലാതെ സാധിക്കും. കുഴപ്പമൊന്നും തറവല്ലാതെ 10 വർഷം ഗവൺമെൻറ് ഭരിച്ചില്ലേ, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചില്ലേ, അത് സാധിക്കും. ലീഗില്ലാത്ത ഭരണം ഉണ്ടാവില്ല. അത് പണ്ട് പറഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ല ആലോചിക്കും. പക്ഷെ മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ഞാൻ മുസ്ലിമിന് വേണ്ടി വാദിക്കാതല്ല, ലീഗിന് വേണ്ടി വാദിക്കുന്ന ആളല്ല. മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഭരണം ഉണ്ടാക്കില്ല. അത് നിങ്ങൾ മാന്യമായിട്ട് 3 സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരുത്തി കമ്മ്യൂണിസ്റ്റ് ഇഷ്ടപ്പെട്ട ജനകീയരായ നേതാവിൻ്റെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് CPM വന്നാൽ CPI പോയിക്കോട്ടെ, വിഷയമല്ല. CPIക്ക് വോട്ടില്ലെന്ന്. വോട്ട് ബാങ്ക് എടുക്കുന്ന എവിടെയാണ് വോട്ട് ബാങ്ക് എടുക്കുക കേരളത്തിൽ? ഈ മുസ്ലിം സമുദായത്തെ ഇല്ലല്ലേ. 3-1 അവരല്ലേ കേട്. CPMൻ്റെ വാലായിട്ട് നിൽക്കല്ലത്. സ്വന്തമായിട്ട് നിന്നാൽ ഒരു സ്ഥലത്ത് കെട്ടിവെച്ച് കാശ് കിട്ടും എവിടെയെങ്കിലും. കേരളത്തിൽ CPI തകർന്നു പോയി. അത് ഗ്രൂപ്പ് പുഷൊക്കെ വന്ന് അത് ഈഴവൻ്റെ ഒരുക്കി കിട്ടിയിട്ട് 4 പേരും ഈഴവന് കൊടുത്തു. 4 മന്ത്രി, ഒരു മന്ത്രിയിൽ മുസ്ലിം കൊടുക്കണ്ടേ? 3-1 ഇവിടെ കൊടുത്തില്ല. അത് തകർന്നു പോയില്ലോ. ഇപ്പോൾ CPI UDFിലേക്ക് എടുത്തോട്ടെ, പൊയ്ക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPI പോയാലും കമ്മ്യൂണിസ്റ്റ് AK റിസർച്ച് വിങ്ങിനോട് പറയാണ്, എൻ്റെ ഇതെല്ലാം നേരെ AK പോകുന്നത്. നിങ്ങൾ CPI പോയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ മാതൃകാപരമായി ചിന്തിക്കുകയും 3 സ്ഥാനമാനങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭരിക്കാം. ഒരു സംശയ കാര്യത്തിലില്ല. ഇതൊന്നും മുന്നോട്ട് പോകില്ല. ഈ സതീശൻ്റെ ഈ കളിയൊന്നും മുന്നോട്ട് പോകില്ല. അത് തെറ്റായിരിക്കാണ് കാണിക്കുന്നത്. ഒരു ദീർഘവീക്ഷമുള്ള രീതിയിലൊന്നല്ല കാണിക്കുന്നത്. കുറേ ചിരിച്ച് കാണിച്ചുകൊണ്ടും വണ്ടി ഒഴിവാക്കിക്കൊണ്ടും കുറേ സോപ്പിട്ടിട്ടൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ, കാലാകാലങ്ങളിൽ ഞാനൊക്കെ പലപ്പോഴായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കുന്ന പറയാൻ പറ്റില്ല, യാത്ര വലിയ ആളൊന്നുമില്ല, എന്നാലും പോയി ഒരു അന്വേഷിക്കുക. ഇന്ന് ഞാൻ രാവിലെ പോയി, ഇത് മഴക്കാലം തുടങ്ങിയ രോഗികളാണ്. അവിടെ ചെന്നപ്പോൾ പഴയതുപോലെ തിരക്കൊന്നുമില്ല. കുറച്ചുകൂടിയൊക്കെ സിസ്റ്റമായിട്ട് പോകുന്നുണ്ട്. അത് LDF ഗവൺമെൻറ് കാലത്ത് തോന്നിട്ടാണ്. അതിന് മുമ്പ് UDF കാലത്ത് ഉണ്ടായതാണ്. അത് പുതിയതായിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു ബോർഡ് ഉണ്ട്, എന്തറിയോ? പ്രഗ്നന്റ് വുമൺ സ്ത്രീകളിൽ ആരെങ്കിലും പ്രഗ്നൻസി ഉണ്ടാവുമോ? ഗർഭിണിയായ സ്ത്രീകൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകൾ മാത്രമേ പുരുഷൻ ഗർഭധരിക്കുമോ? അതുപോലും മനസ്സിലാക്കാത്ത ഉദ്യോഗസ്ഥ വൃന്ദം. അതിൻ്റെ അർത്ഥവ്യത്യാസം അറിയില്ല. ആരോ പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കും. എന്താണ് പ്രഗ്നന്റ് വുമൻ എന്ന് പറഞ്ഞാൽ? ഗർഭിണികളായ സ്ത്രീകൾ എന്നല്ലേ. സ്ത്രീകളിലൊക്കെ ഗർഭമാകുന്നത് സ്ത്രീകളായത് പിന്നെ ആണുങ്ങളാകുന്നുണ്ടോ? അപ്പം പ്രഗ്നൻ്റ് മാത്രം വന്നാൽ പോരെ, അല്ലാതെ പ്രഗ്നൻ്റ് വുമൻ എന്ന് പറയണോ? അല്ലെങ്കിൽ ഗർഭിണികൾക്ക് മാത്രം. മറ്റൊന്ന്, മരുന്ന് കൊടുക്കുന്നതിൽ സിംഗിളായിട്ട് ലൂലൂലൊക്കെ 10 ഐറ്റത്തിൽ താഴെയുള്ളവർക്ക് പ്രത്യേക കൗണ്ടർ വെച്ചേക്കാം. 10 വേണം. സിംഗിൾ മരുന്നുള്ളവർക്കാണെങ്കിൽ വേറെ കൗണ്ടർ വയ്ക്കണം. അവർ കുഴിയൊന്നും സമയങ്ങളുണ്ട്, അവർ വേഗം പോയിക്കോളൂ. ചിലപ്പോൾ ബുക്കാറാൻ മരുന്ന് ഉണ്ടാകത്തത്. അപ്പം അങ്ങനെ ചില മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താറ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.